നല്ലേപ്പിള്ളി NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. നല്ലേപ്പിള്ളി NSS കരയോഗം മന്ദിരത്തിൽ നടന്ന പരിപാടി ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് ആളത്ത് വാസുദേവൻ നായർ അധ്യക്ഷനായി. ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി K. വിനീഷ് കുമാർ മുഖ്യാതിഥിയായി. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനും 100 വർഷം പിന്നിട്ട വൈക്കം സത്യാഗ്രഹത്തിനും സർക്കാർ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന് അദ്ദേഹം മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും നല്ല ഇടം പിടിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. പക്ഷെ അദ്ദേഹത്തിന് അർഹിച്ച ആ ഒരു സ്ഥാനവും നിലനിൽപ്പും കിട്ടിയിട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാര്യമെടുത്താൽ പോലും ഗാന്ധിജിയുടെ പ്രേരണ മൂലം വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ചെങ്കിലും പക്ഷെ പിന്നീടുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ മൂലം അദ്ദേഹത്തിന് ആശ്രയപ്പെട്ട സ്ഥാനം കിട്ടുകയുണ്ടായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം വൈക്കം സത്യാഗ്രഹത്തിന്റെ വൈക്കത്തിന് അത് നാന്ദി കുറിച്ചുകൊണ്ടുള്ള ദിവസം സ്റ്റാലിനാണ് വന്നെത്തിയത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിനാണ് വന്നെത്തിയത്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ആൾക്കാരെ ആരും ക്ഷണിച്ചില്ല? NSSനോട് ചോദിക്കുക പോലും ഉണ്ടായിട്ടില്ല. NSSന്റെ ഒരു നിലപാടുണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ എല്ലാ കാര്യവും സുതാര്യമായും സത്യസന്ധമായും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു നല്ല ഒരു സമുദായ നേതാവാണ് ശ്രീ G. സുകുമാരൻ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് NSS പ്രസ്ഥാനം ഇപ്പോൾ ഏകദേശം 1000-ഓളം കരയോഗത്തിലായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. കരയോഗം സെക്രട്ടറി വള്ളാട്ട് കരുണാകരൻകുട്ടി നായർ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല, വനിതാ സമാജം പ്രസിഡന്റ് പുഷ്കല, സെക്രട്ടറി MG ശ്രീജ, കരയോഗം ജോയിന്റ് സെക്രട്ടറി സനിൽ മേനോൻ, വനിതാ സമാജം സെക്രട്ടറി മിനി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ കൊല്ലായിക്കൽ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.